പോലീസിനെയും ഫയർഫോഴ്സിനെയും 2 ദിവസം മുൾമുനയിൽ നിർത്തിയ യുവാവിനെ നാട്ടുകാർ പിടികൂടി. കൊല്ലം ഉളിയക്കോവിൽ ബ്ലാക്കി എന്ന് വിളിക്കുന്ന ഗിരീഷാണ് ജനങ്ങളെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയത്. മാനസിക പ്രശ്നവും ലഹരിക്ക് അടിമയുമായ യുവാവ് കഴിഞ്ഞ ദിവസം സമീപത്തെ ഒരു വീട്ടിൽ ചെന്ന് വാതിലിൽ കമ്പി ഉപയോഗിച്ച് അടിച്ചു. വീട്ടുടമ ഉടൻ തന്നെ ഉണർന്ന് പുറത്തേക്കെത്തിയപ്പോൾ ഇയാൾ വീട്ടുടമയെ മർദ്ദിച്ചു. വീട്ടിലേക്കുള്ള മതിലും തകർത്തു. വീട്ടുടമ പോലീസിനെ വിളിക്കുന്നത് കണ്ട് ഇയാൾ ഓടി. സമീപത്തെ ചെറിയ തോട് വഴി ഒരാൾ മാത്രം കയറിപ്പോകാൻ പറ്റുന്ന വിധമുള്ള ഓടയുടെ പൈപ്പ് ലൈനിലേക്ക് കയറുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാളെ പുറത്തിറക്കാൻ ശ്രമിച്ചു. എങ്കിലും നടന്നില്ല. ഇയാൾ ഉള്ളിലേക്ക് കടന്നു പോകുന്നു. പിന്നീട് പോലീസ് എത്ര ശ്രമിച്ചിട്ടും നാട്ടുകാർ എത്ര ശ്രമിച്ചിട്ടും നടന്നില്ല. പിന്നാലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം എത്തി. ആവുന്ന തരത്തിൽ ശ്രമിച്ചിട്ടും ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. യുവാവ് ഓടയുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്നുണ്ട്. മണിക്കൂറുകൾ പിന്നിട്ടു. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ആവുന്നത്ര ശ്രമിച്ചു. നടന്നില്ല. പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ഫലമുണ്ടായില്ല. യുവാവിന്റെ സുഹൃത്തുക്കളെയും ആകെയുള്ള മാതാവിനെയും സംഭവസ്ഥലത്ത് എത്തിച്ച് വിളിപ്പിച്ചു. എന്നിട്ടും യുവാവിന് യാതൊരു ചലനവും ഉണ്ടായില്ല. ഒരു യുവാവ് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇയാളെ ആക്രമിക്കുകയും ചെയ്തു. ഇതോടുകൂടി ആ ശ്രമവും എല്ലാവരും ഉപേക്ഷിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ കൂടിയവരും ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും അവിടെ തന്നെ നിലയുറപ്പിച്ചു. ഇതിനിടയിൽ ഒരു യുവാവ് ആരോടും ചോദിക്കാതെ ഉള്ളിലേക്ക് കടന്നു. ഇയാൾ പോകുന്നത് കണ്ട് ഇയാളുടെ സുഹൃത്തുക്കളും ഉള്ളിലേക്ക് കടന്നു. ഇവർ ഉള്ളിൽ കടന്ന് യുവാവിരിക്കുന്ന സ്ഥലം കണ്ടു. കയ്യിൽ ആയുധം കരുതിയിരിക്കുന്നത് കൊണ്ട് മുന്നോട്ടു പോകാൻ സാധിച്ചില്ല. തിരികെ എത്തിയ യുവാക്കൾ ഹെൽമറ്റും കയ്യിൽ PVC പൈപ്പും ഒക്കെ കരുതി കയറുമായി ഉള്ളിലേക്ക് കയറി. 3 പേരും ചേർന്ന് യുവാവിനെ കീഴടക്കി. പിന്നാലെ ഫയർഫോഴ്സ് നൽകിയ കയറിൽ യുവാവിനെ ബന്ധിച്ചു. പുറത്തുനിന്ന് ഉദ്യോഗസ്ഥരും നാട്ടുകാരും കയർ വലിച്ചു. അങ്ങനെ 2 ദിവസം നീണ്ട പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടു. പിന്നാലെ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശും സംഘവും എത്തി യുവാവിനെ കൈയും കാലും ബന്ധിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി.